Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced Tutorialsന്റെ 51st ലെസൺ ആണിത്. ഈ ലെസണിലൂടെ കോമ്പോസിറ്റ് മാപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കോമ്പോസിറ്റ് മാപ്പ് ഡിഫറെൻറ്റ് മാപ്സുകളെ കോമ്പോസിറ്റ് ചെയ്തുകൊണ്ട് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു മാപ്പ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു മാപ്പ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. കോമ്പോസിറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡാമേജ്ഡ് വാളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഒരു V-Ray ജനറിക് മെറ്റീരിയൽ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് മാപ്സിൽ ജനറൽ കോമ്പോസിറ്റ് എന്ന ഈ ഒരു മാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു കോമ്പോസിറ്റ് മാപ്പ് ലഭിച്ചിരിക്കുകയാണ്. നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പോസിറ്റ് ലെയേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഡിഫോൾട്ടായി ഒരു ലെയറാണുള്ളത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിവിടെ ലെയേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് എത്ര വേണമെങ്കിലും മാപ്സുകൾ ആഡ് ചെയ്യാനും ആ ആഡ് ചെയ്ത മാപ്പുകളെ കമ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഒരു ടെക്സ്റ്റാക്കി ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ആഡ് എ ന്യൂ ലെയർ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്കിവിടെ ഒരു ലെയർ 2 ആഡ് ആയതായി കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എത്ര വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ലെയേഴ്സിനെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായി ഞാൻ ഇതിലേക്ക് ഒരു ബ്രിക്ക് ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. ബ്രിക്കിൻ്റെ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിനായി ഞാൻ ഈ ഒരു V-Ray ബിറ്റ് മാപ്പ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബ്രിക്കിൻ്റെ ടെക്സ്റ്റ് ഇതിലേക്ക് ലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബ്രിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ബ്രിക്കിൻ്റെ ടെക്സ്ചർ ഈ ഒരു ലെയർ 1ലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു കമ്പോസിറ്റ് മെറ്റീരിയലിൽ ഈ ഒരു ബ്രിക്കിൻ്റെ ടെക്സ്ചർ ഇവിടെ ആഡ് ആയതായി കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു കമ്പോസിറ്റ് മെറ്റീരിയലിനെ നമ്മൾ ഈ ഒരു ഡിഫ്യൂസിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു ബ്രിക്കിൻ്റെ ടെക്സ്ചർ ഇവിടെ കാണാം. ഇനി ഈ ഒരു മെറ്റീരിയലിനെ നമുക്ക് ഈ ഒരു വാളിലേക്ക് അസൈൻ ചെയ്യാം. നമുക്ക് ഈ ഒരു കമ്പോസിറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ മാപ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി എത്ര മാപ്സ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത്രയും UVW മാപ്പുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ആഡ് ചെയ്യുന്ന മാപ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു ബിറ്റ് മാപ്പിൻ്റെ പാരാമീറ്ററിൽ കോർഡിനേറ്റ്സിൽ മാപ്പ് ചാനൽ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു മാപ്പ് ചാനലിൽ നമ്മൾ ആഡ് ചെയ്യുന്ന UVW മാപ്പിനെ അനുസരിച്ച് നമുക്ക് ആ ഒരു നമ്പേഴ്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലെയർ 1ലേക്കുള്ള മാപ്പ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡിഫോൾട്ട് വാല്യൂ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. UVW മാപ്പിലും നമുക്ക് ഈ ഒരു വാല്യൂ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. അടുത്തായി നമുക്ക് ലെയർ 2ലേക്ക് ഒരു കോൺക്രീറ്റ് ടെക്സ്ചർ ആഡ് ചെയ്യാവുന്നതാണ്. അതിനായി ഞാൻ ഈ ഒരു V-Ray ബിറ്റ് മാപ്പ് തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഒരു V-Ray ബിറ്റ് മാപ്പിലേക്ക് ഈ ഒരു കോൺക്രീറ്റ് ടെക്സ്റ്റാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ലെയർ 2ലേക്ക് ഈ ഒരു മാപ്പിനെ ആഡ് ചെയ്യുന്നു. നമുക്കിവിടെ ഈ ഒരു മാപ്പിൻ്റെ പ്രിവ്യൂ ആണ് ഇവിടെ കാണാൻ സാധിക്കുക. നമുക്കിതിൻ്റെ മാപ്പ് ചാനൽ 2 ആയി സെറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു മാപ്പിനെ കൺട്രോൾ ചെയ്യുന്നതിനായി UVW മാപ്പ് ആഡ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു UVW മാപ്പിൽ മാപ്പ് ചാനൽ 2 ആയി സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു UVW മാപ്പിനെ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു മാപ്പിനെ ഇവിടെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു രണ്ട് മാപ്പിനെയും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ഒരു ആൽഫ ഇമേജ് ആണ് വേണ്ടത്. നമുക്കിവിടെ ഓരോ ലെയറിൻ്റെ താഴെയും ആ ലെയറിൻ്റെ ഒരു മാസ്ക് ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഏത് മാപ്പിനെയാണോ നമുക്ക് കമ്പോസിറ്റ് ചെയ്യേണ്ടത് ആ ഒരു മാപ്സിൻ്റെ ലെയറിലേക്ക് നമുക്ക് ഈ ഒരു ആൽഫ ഇമേജ് ആഡ് ചെയ്യാവുന്നതാണ്. ആൽഫ ഇമേജ് ആഡ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു V-Ray ബിറ്റ് മാപ്പ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് ഈ ഒരു V-Ray ബിറ്റ് മാപ്പിലേക്ക് നമ്മുടെ ഈ ഒരു ആൽഫ ഇമേജിനെ ആഡ് ചെയ്യാം. ഈ ഒരു ഇമേജാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇതുപോലത്തെ ആൽഫ ഇമേജിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ആൽഫ ഇമേജിനെ ഈ ഒരു ലെയർ 2 മാസ്കിലേക്കാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ആൽഫ ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ 3 സെറ്റ് ചെയ്യാം. അതിനുശേഷം മോഡിഫയറിൽ നിന്ന് നമുക്കൊരു UVW മാപ്പ് ആഡ് ചെയ്യാം. UVW മാപ്പിൻ്റെ ചാനലിലും നമുക്ക് ഈ ഒരു സെയിം നമ്പർ തന്നെ സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു പ്രിവ്യൂ ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു UVW മാപ്പിനെ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു ഇൻട്രാക്റ്റീവ് റെൻഡറിങ്ങിലൂടെ നമുക്കിത് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ റിസൾട്ട് ലഭിച്ചിരിക്കുന്നത്. അടുത്തായി ഞാൻ ഈ ഒരു വാളിലേക്ക് ഈ ഒരു ടെക്സ്ചറിനെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്.
അതിനായി നമുക്ക് ഈ ഒരു V-Ray bitmap ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു V-Ray bitmapൽ നമ്മളുടെ ആ ഒരു ഇമേജിനെ സെലക്ട് ചെയ്തുകൊണ്ട് ലോഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു bitmapനെ ലെയർ 3ലേക്ക് അസൈൻ ചെയ്യാം. ഈ ഒരു മാപ്സിൻ്റെ കോർഡിനേറ്റ്സിൽ മാപ്പ് ചാനലിൽ നമുക്കിതിനെ മാപ്പ് ചാനൽ 4 ആയി സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു UEW മാപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. UEW മാപ്പിൻ്റെ പാരാമീറ്ററിൽ ബോക്സ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ മാപ്പ് ചാനലിൽ 4 എന്ന സെയിം വാല്യൂ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു മാപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ഷോ ഷെയ്ഡഡ് മെറ്റീരിയൽ ഇൻ വ്യൂ പോർട്ട് എന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. നമുക്കിവിടെ നിന്ന് ഈ ഒരു മാപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു മാപ്പിനെ കൺട്രോൾ ചെയ്യുന്നതിനായി ഈ ഒരു ലെയർ 3യുടെ മാസ്കിലേക്ക് നമുക്കൊരു ആൽഫ ഇമേജിനെ ആഡ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു V-Ray bitmap ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ ഒരു ആൽഫ ഇമേജിനെയാണ് ഇതിലേക്ക് ലോഡ് ചെയ്യുന്നത്. നമുക്കിത് സെലക്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ആൽഫ ഇമേജിനെ നമുക്ക് ഈ ഒരു ലെയർ 3 മാസ്കിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു മാസ്കിനെ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ഈ ഒരു മാപ്പിൻ്റെ പാരാമീറ്ററിൽ ഈ ഒരു മാപ്പ് ചാനൽ 5 ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് UEW മാപ്പ് ആഡ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു മാപ്പ് ചാനലിലും സെയിം നമ്പർ തന്നെ ആഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു ആൽഫ ഇമേജിൻ്റെ പ്രിവ്യൂ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് UEW മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ റെൻഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഈ ഒരു ലെയർ മാസ്കിലേക്ക് ഏതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിനെയും ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു ഇമേജിനെ ആഡ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ആൽഫ ഇമേജിനെ ഇൻവെർട്ട് ചെയ്യുന്നതിനായി നമുക്ക് മാപ്സിൽ നിന്ന് ജനറൽ ഔട്ട്പുട്ട് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളുടെ ഈ ഒരു മാപ്പിനെ ഇതിലേക്ക് ലോഡ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് മാപ്പിൻ്റെ പാരാമീറ്റർ ഓപ്പൺ ചെയ്യാം. അതിൽ നമുക്ക് ഇൻവെർട്ട് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാപ്പിനെ ഇൻവെർട്ട് ആയതായി കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു ഇൻവെർട്ട് ചെയ്ത ഈ ഒരു മാപ്പിനെ നമുക്ക് ലെയർ 3 മാസ്കിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഈ ഒരു മാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു മാപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Thank you.